അമ്മയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയതിന്റെ അനുഭവം പങ്കുവെച്ച് കോഴിക്കോട് കോർപ്പറേഷൻ 17-ാം വാർഡ് LDF സ്ഥാനാർത്ഥി P. ഉഷാദേവി. ചെലവൂരിലെ വികസന തുടർച്ചയ്ക്കാണ് ഇത്തവണ വോട്ട് അഭ്യർത്ഥന. നിലവിലെ കൗൺസിലർ ജംഷീറും പ്രചാരണ രംഗത്ത് സജീവം. കോഴിക്കോട് നിന്ന് AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 17-ാം വാർഡിലെ ചെലവൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥി P. ഉഷാദേവി സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് അവർ 17-ാം വാർഡിലെ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മുൻ കൗൺസിലർ അല്ലെങ്കിൽ നിലവിലെ കൗൺസിലർ അഡ്വക്കേറ്റ് ജംഷീർ കൂടി ഇവർക്കൊപ്പമുണ്ട്. KGNA കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് P. ഉഷാദേവി. അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അവരുടെ അനുഭവം അവരോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് പ്രചരണം? ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വോട്ടഭ്യർത്ഥനയുമായി പുറത്തു വരുന്നത്. അതെ, ഞാൻ അമ്മ മത്സരിച്ചിരുന്നു 1-2 പ്രാവശ്യം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ പോയൊരു അനുഭവമുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും പോകുന്ന അനുഭവമായിരുന്നു. അപ്പോൾ ജംഷീറിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ളായിട്ട് ഞാൻ വോട്ട് പിടിക്കാനുള്ളതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കിങ്ങനെ നടക്കുമ്പോൾ നല്ല അനുഭവമാണ്. കാരണം ജംഷീർ ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ കോർപ്പറേഷനിൽ ഒരു വാർഡിനും അത്രയധികം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പക്ഷം. കാരണം എല്ലാ റോഡും എല്ലായിടത്തും സർവ്വതലസ്പർശിയായ ഒരു വികസനമാണ് ജംഷീറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. എവിടെ ചെന്നാലും ആ ജംഷീർ കൂടെ ഉണ്ടോ, ജംഷീർ അങ്ങനെയൊരു ചോദ്യം. അതായത് ജംഷീർ അത്രയ്ക്കും ജനകീയനായ ഒരു വ്യക്തിയായി ജംഷീറിന് ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിലൂടെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വികസനത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനിയും നമ്മൾ മനസ്സിൽ കുറേ പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. അത് കൃത്യമായി പൂർത്തീകരിക്കാനും എല്ലാ ജനങ്ങളെയും നമ്മുടെ ഒപ്പം കൂട്ടിക്കൊണ്ട് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സർവ്വതലസ്പർശിയായ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വോട്ടപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത്. ഇപ്പോൾ സഹപ്രവർത്തകരായിട്ട് എല്ലാവരും ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ ഇറങ്ങും. വൈകുന്നേരം വരെയാണ് ഇപ്പോഴത്തെ സ്ക്വാഡ്. പിന്നെ ജംഷീറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട്. എന്തായാലും നിലവിലെ കൗൺസിലർ ജംഷീർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. DYFI നേതാവായി കോഴിക്കോട് സജീവമായി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ജംഷീർ. ഇപ്പോൾ അഭിഭാഷകനായി കൂടി ജോലി ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ കുറേ താങ്കൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയും മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും ഒരു വാർഡിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നുള്ളത് നയങ്ങളിൽ മാത്രം തുടരുകയും വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ട് ഒരേപോലെ വികസനം എത്തിക്കുക, അതുപോലെ തന്നെ ഫണ്ടുകൾ വിവിധങ്ങളായ ഫണ്ടുകളെ കോർത്തിണക്കി ഗംഭീരമായ പദ്ധതികൾ ഒരു രൂപകൽപ്പന ചെയ്ത പദ്ധതികൾ വാർഡിൽ നടപ്പിലാക്കുക എന്നുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ വിശ്വാസം അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും അവർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളൊരു തൃപ്തിയോട് കൂടിയിട്ടാണ് 5 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. ഉഷാദേവി സിസ്റ്റർക്ക് വലിയ സ്വീകാര്യതയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സമരസംഘടനാ പ്രവർത്തനത്തിൽ കേരളത്തിലാകെ അറിയപ്പെട്ട ഒരാളാണ്. നമ്മുടെ വാർഡിൽ നിരവധി 30 വർഷമായി ഇവിടെ താമസിക്കുന്ന, എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുള്ളൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല ഒരു പിന്തുണ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ പ്രചരണത്തിന് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ചെലവൂർ വാർഡിലെ LDF പ്രവർത്തകർ. കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഇത്തവണയും P. ഉഷാദേവിക്ക് വേണ്ടി LDF പ്രവർത്തകർ 17-ാം വാർഡിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്.